മോർണിംഗ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പയർ കൃഷി. ഒരു പ്രാവശ്യം നമ്മൾ പയറിട്ട് കംപ്ലീറ്റ് നമ്മളുടെ ഒച്ചൊക്കെ തിന്ന് നശിപ്പിച്ച് കളഞ്ഞു. അതിനുശേഷം വീണ്ടും പയർ മുളപ്പിച്ച് ഇട്ടു. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളർന്നു തുടങ്ങിയത് എല്ലാം കാണാം നിങ്ങൾക്ക്. ഇതായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട പയർ. അത് ഈ ഹൈറ്റായി, ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ ഒച്ചു വന്ന് നശിപ്പിച്ചു. അതിന് ശേഷം ഇട്ടതാണ് ഈ കാണുന്നതല്ല. നമ്മൾ പുതിയ വളം ചെയ്യാൻ പോവുകയാണ്. സ്ലറിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ സ്ലറി ഉണ്ടാക്കാനായിട്ട് ഈ കൊന്നേല അടർത്തിയെടുത്തിട്ട് ഈ ബക്കറ്റിൽ ഇട്ട് വച്ചിരിക്കുന്നതാണിത്. ഇത് ശരിക്കും ചീഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്നതാണ് ഈ സ്ലറി എന്ന് പറയുന്നത്. കണ്ട പച്ച കളറിൽ കാണാം. ഈ സ്ലറി നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വേറെ ഒരു സ്ലറിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്ന സ്ലറിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചക്കറി വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റുകളൊക്കെ ഒരു ഡ്രമ്മിലിട്ട് വെച്ചിട്ട് അതിൽ നിന്നും വരുന്ന സ്ലറിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ രണ്ടും കൂടിയാണ് ഇപ്പോൾ നമ്മൾ പയറിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ സ്ലറി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ശരിക്കും നല്ല നൈട്രജൻ കണ്ടന്റ്, നല്ല ചെടികളൊക്കെ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന സ്ലറിയാണിത്. നൈട്രജൻ ഉണ്ട്, പൊട്ടാഷ്യം, സൾഫർ എല്ലാം അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് കയറി വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മളുടെ പച്ചക്കറി കൃഷിയിൽ പ്രധാനമായും ചെയ്യുന്നത് ഇതാണ്. ഇപ്പോൾ ഇതിൽ ബാലൻസ് ഇരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ സ്ലറി തന്നെ ഒഴിച്ചു കൊടുക്കാം. സ്ലറി കുറച്ചുകൂടി ഉണ്ടാക്കാനായിട്ട് ഈ അടുത്ത ദിവസത്തേക്കൊക്കെ ആവശ്യത്തിന് വേണ്ടി നമ്മളിത് ഇങ്ങനെ ഇല മാത്രം ഊരി ഈ ബക്കറ്റിലിട്ട് വയ്ക്കും, വെള്ളം ഒഴിച്ചു വയ്ക്കും. അത് മുങ്ങാൻ കണക്കിന് വെള്ളം ഒഴിച്ചു വയ്ക്കും. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ കൊന്നേല മുങ്ങിക്കിടക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് സ്ലറിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ എടുത്തു വെക്കുകയാണ്. നമ്മൾ ഈ സ്ലറിക്കായിട്ട് വെക്കുമ്പോൾ ഇതൊന്ന് മൂടി വെച്ചേക്കണം. ഒരു ചാക്കിലിട്ട് മൂടി വയ്ക്കുക. നമ്മൾ ആ സ്ലറി ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്തു. 3 ബക്കറ്റിലേക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 3 ബക്കറ്റ് നിറച്ച് 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. 3 തുടങ്ങി ഒരു 5 ഇരട്ടി വരെ വെള്ളം എടുത്ത് നമുക്ക് ഒഴിക്കാവുന്നതാണ്. സ്ലറി എല്ലാത്തിൻ്റെയും കടക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കയറി വരും. നമ്മൾ കോഴിവളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ വാരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സ്ലറി ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പയറുകൾക്ക് ശരിക്കും നമ്മളുടെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്ന കാരണം നമ്മളൊരു 3 ഗ്രാം തുരിശ് എടുത്തിട്ട് അതിൽ 1 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ 5 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ 15 ഗ്രാം നമ്മൾ തുരിശ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കീടങ്ങൾ, അതുപോലെ പുഴുക്കൾ, അതുപോലെ ഈ ഒച്ചിൻ്റെ ശല്യം ഇതെല്ലാം മാറിക്കിട്ടും. അതാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി. അടുത്തത് നന്നായിട്ട് കുളിപ്പിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ കീടങ്ങൾ, വെള്ളീച്ച അങ്ങനെയുള്ള എല്ലാത്തിനെയും അകറ്റി നിർത്താനായിട്ട് ഇത് സാധിക്കും. നമ്മൾ ടോട്ടൽ ഒരു 100-500 ചൂട് വെച്ചിട്ടുണ്ട്. കുറച്ച് അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്ന കാരണം അത് പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് കുറച്ച് അടുപ്പിച്ച് വെച്ചതാണ്. ഇത്ര അടുപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും 1 അടി ഗ്യാപ്പിലൊക്കെ വെച്ചാലും മതിയാവും. ഇത് ഞാനിപ്പോൾ അങ്ങനെ നശിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത് നമുക്ക് വളർത്തിയെടുക്കാമെന്നുള്ളൊരു ധാരണയിൽ വെച്ചാണ്. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ഒച്ചിൻ്റെ ശല്യമൊക്കെ അത്യാവശ്യം കുറഞ്ഞു. നമ്മളുടെ തുരിശ് ലൈനി അടിക്കുന്നതും അതുപോലെ ഉള്ള ശ്രദ്ധയും കൊണ്ട് എല്ലാം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്.
നമ്മൾ നട്ടുകൊടുത്തിരിക്കുന്നത് കുറ്റിപ്പയറാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കുറച്ച് ഹൈറ്റിലെത്തി കഴിയുമ്പോൾ താഴേക്ക് മറിഞ്ഞു വീഴും. അങ്ങനെ താഴെ പടർന്ന് പയറുണ്ടാവുന്നതാണ്. ഏകദേശം ഒരു 1.5 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് പതുക്കെ പൂക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ 2ാം ഘട്ട മരുന്നടി, അതുപോലെ തന്നെ വളം ചെയ്യൽ, ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും വളങ്ങൾ ചെയ്യുന്ന വീഡിയോ, അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അത് സെപ്പറേറ്റായി വീഡിയോ ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.